എന്റെ സൂപ്പർ സ്റ്റാർ സിംഗറെ പൊളിച്ചു കേട്ടാ. പൊളിച്ചെന്ന് പറഞ്ഞ അടിപൊളി. ഞങ്ങളുടെയൊക്കെ അഭിമാനമാണ് ഇപ്പോ. ആദ്യം ഒരു പാട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങണം. സത്യം ശിവം സുന്ദരം. ഈശ്വര സത്യ ഹൈ സത്യ ഹി शिव शिव ही सुंदर है जागोट कर देखो जीवन जो तो जागर है सत्यम शिवम सुंदरम सत्यम शिवम सुंदरम सत्यम शिवम सुंदरम सुंदरम सत्यम शिवम सुंदरम. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ പാട്ട് തമാശക്ക് പോലും പാടൂല കേട്ടോ. എന്തൊരു ഫീലാ നിങ്ങൾ പാടുന്നത്. ഇത് രസമായിട്ടാ പാടണേ. അടിപൊളി കേട്ടോ. ആ ബിഹുവായിട്ട് പാടിയില്ലേ ആ ചിട്ടി, ഭയങ്കര സൂപ്പർ ഹിറ്റാ. അടിപൊളിയായിട്ട് ഇപ്പോഴും പോക്കുണ്ട്. അത് പറയണം, ആ പാട്ട് പാടണം, രണ്ടുപേരും കൂടെ പാടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും സൂപ്പർ സ്റ്റാറേ, എങ്ങനെയാ ഹിന്ദിയൊക്കെ പഠിച്ചെന്നാ എല്ലാവരും പൊളിയാണ് കേട്ടോ. തെലുങ്ക് സരിഗമ പോയപ്പോ നമ്മൾ വിചാരിച്ചു തെലുങ്കായിരിക്കുമെന്ന്. പക്ഷെ ഇപ്പൊ ദേ ഹിന്ദിയിൽ വന്നിട്ട് സൂപ്പർ സ്റ്റാർ ആയി വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാ പഠിച്ചേ? 7 വയസ്സല്ലേ ആയുള്ളൂ. വേറെ ലെവൽ അളിയാ, വേറെ ലെവൽ. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾ എല്ലാരും ഈ ഇന്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറെ ആയിട്ട് കാണാറുണ്ട്. ശരിക്കും രതീഷ് സാറിന് ശരിക്കും ഒരു ഫാനാണ്. കാരണം മ്യൂസീഷ്യൻസിനൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഒക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എന്ത് നല്ല രസമായിട്ടാണ് ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടും കൂടെയാണ് വന്നത്. രണ്ട് കാര്യമുണ്ട്. അതെ, വേറെ ലെവൽ. അടിപൊളി. എങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ കാണും. മറ്റേ ബിന്നി മാം, അങ്ങനത്തെ ചേട്ടന്മാരും, പിന്നെ അങ്ങനത്തെ മറ്റേ മൂവീസ് ആക്ടറും, പിന്നെ അങ്ങനത്തെ സിംഗറും, അങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ വീഡിയോ കാണാറുണ്ട്. അയ്യോ ഇനിയിപ്പോ ഇതില് പോവാം, അങ്ങനെയൊക്കെ നടക്കട്ടെ, അങ്ങനെ ഒരു അങ്ങനെ അഭിനയത്തിലെ ലാലേട്ടനെ നമ്മുടെ പാട്ടിന്റെ ഷാറുഖ് ഖാൻ പോയി മീറ്റ് ചെയ്തു. സത്യമല്ലേ? സത്യം. ഷാറുഖ് ഖാൻ എന്ന് വിളിക്കുമ്പോ എന്താണ് ഫീല്? കുറച്ച് ആക്ഷൻ കാണിക്കും. ഓ, എന്നാ ആക്ഷൻ കാണിക്കേ. പാട്ടുണ്ടാവോ? ഷാറുഖ് ഖാൻ എന്ന് വിളിച്ചപ്പോ എന്താണ് തോന്നിയത്? ശരിക്കും ഷാറുഖ് ഖാന്റെ ഫാനാണോ? ശരിക്കും ഷാറുഖ് ഖാൻ സാർ, സൽമാൻ ഖാൻ സാർ, പിന്നെ രണ്ടുപേരും, ആമിർ ഖാൻ സാർ. ആമിർ ഖാൻ അടിപൊളി. പിന്നെ ഈ പാട്ട് പാടിയ സമയത്ത് ഉദിത് നാരായൺ സാർ എണീറ്റ് കൈയടിച്ചു. അത് ഭയങ്കര സംഭവല്ലേ? എന്താ അപ്പൊ തോന്നിയത്? ഇപ്പോഴും അങ്ങനെയാണ്. അന്നേരം ചെയ്തപ്പോ ഞാനപ്പോ ഓർത്ത് എനിക്ക് ആ മൈക്ക് കിട്ടുമെന്ന്. പക്ഷെ അത് വേറെ ആൾക്ക് കൊണ്ടുപോയി. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ എന്തിനു മുന്നേ എനിക്ക് ഫൈനലായി, അങ്ങനെ ജയിച്ചു. പിന്നെ നമ്മള് ഉദിത് നാരായൺജിയൊക്കെ പറഞ്ഞു നല്ല മ്യൂസീഷ്യൻ ആവും, നല്ല ഡയറക്ടർ ആവും, നല്ല കമ്പോസർ ഒക്കെ ആവും അങ്ങനെ പറഞ്ഞിരുന്നു ഉദിത് നാരായൺജി. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ ഉദിത് നാരായൺജിയുടെ കൂടെ ഒരു പാട്ടും കൂടെ പാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ മറ്റേ ക്യാപ്റ്റൻസിന്റെ കൂടെ പാടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നേഹമാമടുത്ത് ചേറിൽ നിന്ന് തന്നെ കൈയടിച്ച്, പിന്നെ ക്യാപ്റ്റൻസും അങ്ങനെ തന്നെ ചെയ്ത് ചേറിൽ നിന്നിട്ട് ചെയ്തു, ക്ലാപ്പ് ചെയ്തു. നല്ല രസമായിരുന്നു. അത് ഭയങ്കര ഒരു മൂവ്മെന്റ് ആയിരുന്നു. ജാട എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. ജാട കുറച്ച് ഞങ്ങൾ തമ്മിൽ സ്നേഹമുള്ളൂ. ഇവിടെ വാക്കുട്ടിയെ കിട്ടിയതുപോലെ അവിടെ ബിഹുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ, രണ്ടിനെ തമ്മിൽ എന്താ ശല്യമായിരുന്നു. അവിടെ കേക്കണ്ട, വാക്കുട്ടിയെ പോലെ ശല്യമായിരുന്നു അവിടെ ബിഹുവും. വാക്കുട്ടി അത് തന്നെ നാരാസ് എന്നൊക്കെ പറഞ്ഞ് എനിക്കിഷ്ടമല്ല.
ഇങ്ങനെ ഒരു നാണമൊക്കെ അതുപോലെ തന്നെയായിരുന്നു വാക്കുട്ടിയും. ആ സെയിം തന്നെ. സെയിം തന്നെയാണ് ബിഹു. സെയിം തന്നെ. നീ ശകട പൊട്ടിയായിരുന്നു. ആ ഇത് കുറച്ച് 2 വർഷം കഴിഞ്ഞിട്ട് അയ്യോ ഒരു മൈൻഡ് വരായിരുന്നു അങ്ങനെ. പിന്നെ ലാസ്റ്റ് ഫൈനൽ പോവാൻ നേരം അവളൊന്ന് കുറച്ച് ഇമോഷണലായി. എന്താന്ന് വെച്ചാ കൊറേ നേരം എല്ലാവരും പോവാ, ഫ്രണ്ട്സ് എല്ലാവരും പോവും, അങ്ങനത്തെ ഒരു ഇതൊക്കെ. അതൊരു ശരിക്കും ഇവര് തമ്മിൽ ഒരു ബ്രദർ സിസ്റ്റർ പോലെ ഒരു റിലേഷൻ ആയിരുന്നു. കാരണം ഇവൻ പാടുമ്പോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് ഒരു അനിയനെ എങ്ങനെ നിയന്ത്രിക്കും അങ്ങനെയൊക്കെ ഇത്. അപ്പം അവൾക്കും ഭയങ്കര ലാസ്റ്റ് തീരാറപ്പോ ഭയങ്കര ഇമോഷണൽ ആയി. ഭയങ്കര ഇമോഷണൽ. അപ്പം നമുക്ക് ബിഹുവിനെ ഓർത്തിട്ട് ചിട്ടി ആയി ഹേ രണ്ടുപേരും കൂടെ 2 വരി പാടിയിട്ട് ബാക്കി വിശേഷത്തിൽ. चिट्टी आई है चिट्टी आई है, चिट्टी आई है चिट्टी आई है, चिट्टी आई है वतन से चिट्टी आई है, बड़े दिनों के बाद हम बेवतनों को याद वतन के मिट्टी आई है, चिट्ठी आई है चिट्ठी आई है, चिट्ठी आई है वतन से चिट्ठी आई है. അനിർവന്യ ശരിക്കും തെലുങ്കിലായിരുന്നു സരിഗമപയില് ഫൈനലിസ്റ്റ് ആയിരുന്നു. തേർഡ് റണ്ണർ. നിങ്ങൾ രണ്ടുപേരും കൂടെ പാട്ട് പാടുന്ന വീഡിയോസിന് ഇപ്പൊ ഭയങ്കര ഹൈപ്പാണ്. അനിയൻ പഠിപ്പിക്കുന്നു, പിന്നെ ചേച്ചി പഠിപ്പിക്കുന്നു. എങ്ങനെയാ പഠിക്കാനൊക്കെ ഇരുന്ന് തരുമോ? ആ വീഡിയോ കാണുമ്പോൾ തന്നെയാണോ ആക്ച്വലി? ശരിക്കും അങ്ങനെയാണോ വെച്ചല്ല, എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ ഒക്കെ തന്നെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ആൾ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അത് ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ട്, ഒരു മ്യൂസീഷ്യൻ ആവണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് തരും. പിന്നെ കുറെ നേരം ആയി കഴിയുമ്പോൾ പറയും എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം ഇതാകും. അല്ലാത്ത വേറെ ഒരു കുഴപ്പമില്ല. ചോക്ലേറ്റ് ഒന്നുമില്ല, അടിയും തല്ലൊക്കെ. ചോക്ലേറ്റ് ഒന്നുമില്ല. ഈ യൂട്യൂബിൽ ചേച്ചി നല്ല ടീച്ചറാണ്, പക്ഷെ യഥാർത്ഥത്തിൽ നല്ല ടീച്ചറാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോ മുമ്പ് തന്നെ ആയപ്പോ നമ്മള് ഒരു അടിപിടിയൊന്നുമില്ല. ഞങ്ങളങ്ങനെ ഗെയിമും ഇതൊക്കെ കളിച്ച് നമ്മള് ഗെയിമും ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റ്സ് ഒക്കെ ഗെയിം കളിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഗെയിം കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞങ്ങള് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തിന്ന് ആസ്വദിച്ചിരിക്കും. പിന്നെ പൊട്ടാറ്റോ പിസോട്ട് കഴിച്ചിരിക്കും. അങ്ങനെയൊക്കെ പിന്നെ നമ്മള് വീഡിയോ കണ്ടിരിക്കും കുറച്ചു നേരം. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യം നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഒരേ പ്രായക്കാരെ പോലെയാണ്. മറ്റെല്ലാ സമയവും പാട്ട് പഠിപ്പിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഇച്ചിരി വഴക്കും പിടിയും ഒക്കെ. ബാക്കിയെല്ലാ സമയം ഞങ്ങള് ആരാ തിരിച്ചറിയാൻ പറ്റൂല, അതുപോലെ ആയിരിക്കും. അതെ, അമ്മയായിരിക്കും ഇതെന്തോ ഈ കളിയൊക്കെ രണ്ടുപേരോട് ഇരുന്ന് കളിക്കുന്നതെന്നൊക്കെ. അപ്പൊ അങ്ങനെ ആ സമയത്ത് മാത്രം ഇച്ചിരി സ്ട്രിക്റ്റ് ആക്കി. ഞാൻ 12th പഠിക്കുന്നത്. അപ്പൊ ഇവിടെ തുടങ്ങാറായിട്ടേ ഉള്ളൂ, ഇവിടെ തീരാറായി. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. വീട്ടിലെ കാര്യം അമ്മ അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ വീട്ടിലൊക്കെ അമ്മ ചോദിക്കും. അപ്പൊ അമ്മ പറയും രാവിലെ എണ്ണേക്കൂ. അപ്പൊ രാവിലെ 6 മണിക്കൊക്കെ എണ്ണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ സ്കൂളിലൊക്കെ പോകുമ്പോ. അപ്പൊ അങ്ങനെ 6 മണിക്ക് എണ്ണീറ്റ് ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ എന്നെ വിളിക്കും, എന്നെയൊക്കെ നമുക്ക് സ്കൂളിൽ പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എണ്ണയിപ്പിക്കും. അങ്ങനെ എണ്ണയിപ്പിച്ചിട്ട് എന്നെ കുട്ടപ്പനാക്കി സ്കൂളിൽ കൊണ്ടുവിടും. അങ്ങനെ കുട്ടപ്പനായിട്ട് ഇങ്ങനെ അച്ഛൻ കൊണ്ടുപോകും. അപ്പൊ സ്കൂളിൽ എത്തുമ്പോ ഞാൻ ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ പോയിട്ട് ചേച്ചി അന്നേരം എന്റെ സ്കൂളിൽ തന്നെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് മാറി, ഇപ്പൊ വേറെ സ്കൂളിലായിരുന്നു. ഇപ്പൊ വിശ്വജ്യോതിയിലായി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടില്ല. ഈ പ്രാവശ്യം കൂടെ പോയത് ഇന്നലെ തന്നെയാണ് പോയത്. ഇന്നലെ പോയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് പനി പിടിച്ചേക്കുമായിരുന്നു, ഇന്നലെ വന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഇവള് എൻ്റെ സ്കൂളിൽ തന്നെ MGM സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ചേച്ചി അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അനിയത്തിയാണ് ഞാൻ. ചേച്ചി MGM സ്കൂളിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ചേച്ചിയുടെ ഇവിടെ എൻ്റെ ഇവിടെ അങ്ങനെ ചേച്ചി ഇപ്പുറത്തും ഞാൻ ഇവിടെ കണ്ട. അപ്പൊ ചേച്ചി എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ ആരും വിളിക്കട്ടല്ലോ അങ്ങനെ. പക്ഷെ ഇപ്പൊ ഇന്റർവ്യൂ സംസാരിക്കുമ്പോൾ ഭയങ്കര ജാടയാണല്ലോ. ബാബുക്കുട്ടൻ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ല, ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ആളായിരുന്നല്ല.
ആ മൊത്തത്തിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് പോകത്തില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ജാടയൊക്കെ ഉണ്ട്. എവിടെ? കുറച്ച് ജാടയൊക്കെ ഉണ്ട്, ചെറിയ ജാടയൊക്കെ ആയി. തോന്നണയാണ് സത്യം. തോന്നുന്നു അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നു തോന്നുന്ന ചിലരൊക്കെ ഉണ്ട്. നമുക്ക് ചോദിക്കണം, വിളിച്ചു ചോദിക്കണം. ഈ ബാബുക്കുട്ടൻ എന്ന പേര് ആദ്യം ഇട്ടപ്പോഴത്തേക്ക് ആ ദിവസം തന്നെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തല്ലോ, അതെങ്ങനെയാ? അത് ഫസ്റ്റ് തന്നെ എം ജി സാർ ഇട്ട പേരാണ്. എം ജി സാറിന് മുമ്പ് ഓർക്കസ്ട്രയിൽ ആരോ ആണ് സജസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. ഓർക്കസ്ട്രയിലെ അവരാണ് ഇത് ചെയ്തത്. പേര് അങ്ങനെ ഓർക്കസ്ട്രക്കാരൊക്കെ ചിരിച്ച് അങ്ങനെ ബാബുക്കുട്ടനായി. പിന്നെ അവിടെ അവിടെ നിന്ന് ഇതായി. പിന്നെ അത് കഴിഞ്ഞ് ഹിന്ദി ഷിഫ്റ്റായി. പിന്നെ അവിടെ നിന്ന് ഇതായി. പിന്നെ ഇവിടെ വന്ന് ഇന്റർവ്യൂ എടുക്കും. ബാബുക്കുട്ടനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നറിയാവോ? ഹലോ ബാബുക്കുട്ട, ഓർമ്മയുണ്ടോ ഈ മുഖം? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മനസ്സ് നിറഞ്ഞ 1000 അഭിനന്ദനങ്ങൾ. മോൻ നേടിയെടുത്ത ഒരു നേട്ടം എന്ന് പറയണത് നമ്മൾ സൗത്ത് ഇന്ത്യൻസിനും മലയാളികൾക്കും എല്ലാവർക്കും ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. എനിവേ, അപ്പോൾ ബാബുക്കുട്ടൻ ആദ്യം ടോപ്പ് സിംഗേഴ്സിൽ വന്നപ്പോൾ മോൻ്റെ ആ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡും പാടുമ്പോഴുള്ള ഒരു പക്വതയും ഇതെല്ലാം കണ്ടപ്പോഴേ ഞങ്ങളെല്ലാം അന്നേ പറഞ്ഞു, ഇവൻ നാളത്തെ വലിയൊരു ഗായകനാണ്, അതും ഒരു ഭാവ ഗായകനാണ് ആയിത്തീരുമെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മക്കളെ എടാ, ഞാൻ ഹിന്ദി ടീച്ചേഴ്സിൻ്റെ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദി ടീച്ചേഴ്സായിരുന്നു. എടാ, എനിക്ക് ഒരു വരി പോലും നേരെ സംസാരിക്കാൻ അറിയില്ല മക്കളെ. നീ എങ്ങനെയടേ ഇത്ര അസാധ്യമായിട്ട് ഹിന്ദി സംസാരിക്കണേ? പാട്ട് പിന്നെ പോട്ടെ, പാട്ട് മോൻ പാടും, ഏത് ലാംഗ്വേജിലും കേട്ടിട്ടുണ്ട്. ഏത് ലാംഗ്വേജിൽ പോയാലും അതെല്ലാം മോൻ പാടും. പക്ഷെ ഇത്ര രസമായിട്ട് ഹിന്ദി എങ്ങനെ സംസാരിക്കുന്നു? ഒന്ന് പറഞ്ഞതാ ഐഡിയ. ജിന്നാൻ്റെയും കൂടെ ഒന്ന് പഠിക്കട്ടെ. എനിവേടാ, ലവ് യു ലവ് യു ലവ് യു, ഗോഡ് ബ്ലെസ് യു. ശരിക്കും എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്, ഹിന്ദി എങ്ങനെ പഠിച്ചു? ഇതെങ്ങനെ പഠിച്ചു? ഇപ്പൊ മൊത്തത്തിൽ ഒരു 2 മാസമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അങ്ങനെ ഇതൊക്കെയായി. പിന്നെ ഹിന്ദിയൊക്കെ പഠിച്ച്. ബിന്നിമാമ ചോദിച്ചായിരുന്നു, അന്ന് തന്നെ ടോപ്പ് സിംഗർ തന്നെ ചോദിച്ചായിരുന്നു ഹിന്ദി പഠിച്ചോ. ഞാൻ പറഞ്ഞു പഠിച്ചിട്ടില്ല അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ ഹിന്ദി പഠിച്ചു 2 മാസം കൊണ്ട്. പിന്നെ അങ്ങനെ ഷോയിൽ കയറി, ഓഡിഷനിൽ കയറി, അങ്ങനെല്ലാം കഴിഞ്ഞ് പിന്നെ ഫൈനൽ വരെയായി. എങ്ങനെ പഠിച്ചത് ഇത്രയും? അത് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരാളുടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മാസം എടുത്ത് മൊത്തത്തിൽ പഠിക്കാൻ. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഓഡിഷൻ കയറി. ഇപ്പൊ തെലുങ്ക് അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, ഇല്ലേ? ഇത്രയും ഭാഷ അറിയാം? ഇല്ല. പിന്നെ എത്ര ഭാഷ അറിയാം? ആകെ 2 ഭാഷ അറിയാം. 2 ഭാഷ അറിയാവോ? മലയാളം, ഹിന്ദി. പക്ഷെ തെലുങ്കിൽ ഞാൻ പാട്ട് പാടുള്ളൂ. പാട്ടേ പാടുള്ളൂ. തെലുങ്കില്, കന്നഡ, തമിഴ് എല്ലാം പാട്ട് പാടും. ഇത് ഇവൻ ഇങ്ങനെ പഠിച്ചെടുക്കുമ്പോ ഉണ്ടല്ലോ, നമുക്കിത് അത്ഭുതമാണ്. അത്ഭുതം മാത്രമല്ല, ഇൻസ്പിറേഷനുമാണ്. ഇത് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുമല്ലേ ഭയങ്കരമായിട്ട്? വർക്ക് ചെയ്യാന്ന് വെച്ചാല് അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ടീമാണേലും അവിടുത്തെ ടീം അവരാണേലും ഇപ്പൊ അവര് പറഞ്ഞു, നീ ഇനി വേറൊരു ഭാഷയും സംസാരിക്കരുത്, ഹിന്ദി തന്നെ സംസാരിക്കുക, അപ്പോഴേ പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവനും ഭയങ്കര സോഷ്യലാ, എല്ലാവരുമായിട്ട് ഭയങ്കര, ഇപ്പൊ ഇവിടെ വന്നപ്പോഴല്ലോ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയായില്ല. അതാണ് ഇവന്റെ ഒരു ഇത്. അപ്പം ഇവൻ എല്ലാരും അടിച്ചെന്ന് എന്തൊക്കെയുണ്ട്, സുഖമല്ല എന്നൊക്കെ ഇവന്റെ ഒരു ഇതിലങ്ങ് സംസാരിച്ച് അവരും തിരിച്ചു മറുപടി. അങ്ങനെ ഇങ്ങനെ കുറെ നാള് റിപ്പീറ്റ് ആയപ്പോ ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചു. എങ്കിലും 2 മാസം കൊണ്ട് നീ ഒരു അത്ഭുത മനുഷ്യനാണെന്ന് എല്ലാരും കേട്ട് പഠിച്ചതാണ്. യൂട്യൂബ് ഒന്നുമില്ല, യൂട്യൂബ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും വർക്കൗട്ട് അല്ല. ഇരുത്തി പഠിപ്പിക്കാൻ ഭാഷ അച്ഛൻ പറയും ഇങ്ങനെ എഴുതി കാണിക്കണം, എഴുതി റെക്കോർഡ് ചെയ്ത് ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ ഓഡിഷനിൽ കയറി, ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ നേരെ ഓഡിഷനിൽ പോയി ഫാമിലി ആയിട്ട് എല്ലാവരും. ഓഡിഷനൊക്കെ ഞാൻ കണ്ടു. ഹോസാത്തീരെ നമുക്ക് പാടാം 2 പേർക്കും കൂടെ. ഹോസാത്തീരെ तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना, ओ साथी रे तेरे बिना भी क्या जीना.
जीना फूलों में कलियों में सपनों के गलियों में फूलों में कलियों में सपनों की गलियों में तेरे बिना कुछ नहीं ना तेरे बिना भी क्या जीना ओ साथी रे तेरे बिना भी क्या जीना तेरे बिना भी क्या जीना। वाओ